റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വയനാട് ദുരന്ത ബാധിതർക്കുള്ള ഉപജീവന ബത്ത മുടങ്ങാൻ കാരണം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ സാങ്കേതിക വീഴ്ച. 2026 ജൂൺ മാസം വരെയുള്ള ബത്ത സർക്കാർ നേരത്തെ തന്നെ കളക്ടർക്ക് നൽകിയിരുന്നു. എന്നാൽ കളക്ടർ സാമ്പത്തിക മാസം അവസാനിക്കുന്നതിന് മുൻപ് പണം ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് മാറ്റിയില്ല. ഇതോടെ മാർച്ച് 31-ന് 3,19,00,000 അക്കൗണ്ടിൽ നിന്ന് സറണ്ടറായി. സാങ്കേതിക പിഴവ് സംഭവിച്ച കാര്യം കളക്ടർ DR മേഘശ്രീ സർക്കാരിനെ അറിയിച്ചു. പിന്നീട് പ്രത്യേക ഉത്തരവിറക്കി സർക്കാർ വീണ്ടും പണം അനുവദിക്കുകയായിരുന്നു. റാഹി സുഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഹി സുഷീദ്, കളക്ടർക്ക് സംഭവിച്ച സാങ്കേതിക വീഴ്ചയാണ് ഒടുവിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത്. 15 ദിവസം നിലബത്ത കിട്ടാതെ പോയ ദുരന്ത ബാധിതരാണ്. വലിയ വീഴ്ചയാണ് കളക്ടർക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ആ പണം തിരിച്ച് സറണ്ടറായ സാഹചര്യവും ഉണ്ടായി. അതാണ് ഈ 15 ദിവസം വൈകാനുള്ള കാരണം. സർക്കാരിനെതിരെ ചിലർ ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തു. അപ്പോഴും കളക്ടർ പക്ഷേ പൊതുജനങ്ങളുടെ ഇക്കാര്യം പറഞ്ഞിരുന്നില്ല, അല്ലേ റാഹി സുഷീൽ? അരുൺകുമാർ പറഞ്ഞിരുന്നില്ല. അവിടുത്തെ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ ഉപജീവന ബത്ത മുടങ്ങിയത് സർക്കാരിനെതിരെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം അവിടെയുള്ള ആളുകളും 9,000 രൂപയാണ് ഉപജീവന ബത്തയായി ലഭിക്കുന്നത്. അത് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം അവിടെയുള്ള ആളുകളും ഉന്നയിച്ചു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, കൃത്യമായി പണം നൽകിയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലെന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു. അതായത് ഈ മാസം ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസത്തേക്കുള്ള ഉപജീവന ബത്ത സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഇത് വിതരണം ചെയ്യേണ്ട വയനാട് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ ഇട്ട് നൽകിയിരുന്നു. 3,19,95,000 രൂപയായിരുന്നു ഈ തുകയുണ്ടായിരുന്നത്. ഈ തുക കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തതാണ്. അടുത്ത സാമ്പത്തിക വർഷം ആകുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നതാണ് നടപടിക്രമം. പക്ഷേ ആ അക്കൗണ്ടിലേക്ക് ആ പണം ജില്ലാ കളക്ടറുടെ ഓഫീസ് അല്ലെങ്കിൽ ജില്ലാ കളക്ടർ മാറ്റിയില്ല. മാർച്ച് 31 ആയപ്പോൾ ഈ പണം സറണ്ടറായി തിരിച്ച് സർക്കാരിലേക്ക് വരികയാണ് ചെയ്തത്. അടുത്ത മാസങ്ങളിൽ ഈ പണമില്ലാത്തത് കൊണ്ട് ആളുകൾക്ക് കൊടുക്കാനും പറ്റിയില്ല. പിന്നീട് വലിയ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ കളക്ടർ തന്നെയാണ് ഈ പണം സറണ്ടറായി സാങ്കേതികമായി തൻ്റെയും തൻ്റെ ഓഫീസിൻ്റെയും ഭാഗത്തു നിന്നുള്ള പിഴവാണ് എന്ന് DR മേഘശ്രീ തിരിച്ചറിയുന്നതും അത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നതും വീണ്ടും സർക്കാർ ഒരു ഉത്തരവിറക്കി മിനിഞ്ഞാന്ന് ഈ 3,19,95,000 രൂപ കളക്ടർക്ക് നൽകുകയാണ് ചെയ്തത്. ആ പണം ഇന്നലെ മുതൽ വിതരണം ചെയ്തതായാണ് സർക്കാർ അറിയിക്കുന്നത്. തികച്ചും സാങ്കേതികമായ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിഴവ് രാഷ്ട്രീയമായ പ്രചരണത്തിനു കൂടി കാരണമായി എന്ന് പറയാം. അരുൺകുമാർ. ഓക്കെ, റാഹേഷ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. കളക്ടറുടെ പിഴവാണ്. ഒടുവിൽ ആക്ഷേപം കേട്ടതാരാ? സർക്കാരല്ലേ നിയന്ത്രിക്കുന്നത്. സർക്കാരിന്റെ അക്കൗണ്ടിൽ നിന്ന് കളക്ടറുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തു. അത് കളക്ടറാണ് ദുരിതബാധിതർക്കായിട്ട് വിതരണം ചെയ്യേണ്ടത്. അത് കളക്ടർ ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വീണ്ടും അത് ഫിനാൻഷ്യൽ ഇയർ ആയതുകൊണ്ട് ആ പണം ലാപ്സ് ആവുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് വീണ്ടും തുക അനുവദിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. കളക്ടറുടെ പിഴവ്, പഴി മുഴുവൻ സർക്കാർ.